ഇത് നിങ്ങൾ കഴിച്ചാൽ ശരീരത്തിന് ഏറ്റവും ഫലം കിട്ടുന്ന ഒരു സമയം അത്താഴ സമയമാണ്. അത്താഴ സമയത്ത് ഈ പഴം എന്നല്ല, എല്ലാ പഴവും കഴിച്ചാലും നല്ല ഫലം കിട്ടും നമ്മുടെ ശരീരത്തിന്. അത്താഴ സമയം എന്ന് പറഞ്ഞാൽ സുബഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സമയമാണ് അത്താഴ സമയം. ഇനി നമ്മൾ ഈത്തപ്പഴം കഴിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ച് ശാസ്ത്രം പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈത്തപ്പഴത്തിൽ കൂടുതലായി ഫൈബർ അടങ്ങിയിരിക്കുന്നു. വളരെ വലിയ അളവിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഈത്തപ്പഴത്തിൽ. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഉന്മേഷം വർദ്ധിപ്പിക്കാനും നമ്മുടെ ക്ഷീണം ഇല്ലാതെയാക്കാനും ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തടയാനും ഇത് സഹായിക്കുന്നു. മാത്രമല്ല ഇത് നമ്മുടെ സെല്ലുകളെ റിപ്പയർ ചെയ്യുകയും ചെയ്യുന്നു. മാത്രമല്ല പ്രായമായവർക്കുണ്ടാകുന്ന ഒരുപാട് രോഗത്തെയും ഈ ഈത്തപ്പഴം തടയാൻ സഹായിക്കുന്നു. ഈത്തപ്പഴം നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. മാത്രമല്ല ഈത്തപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള കരോട്ടിനോയിഡ് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു. എന്നാൽ ശാസ്ത്രം ഇപ്പോൾ നമുക്ക് പറഞ്ഞു തന്ന ഈ കാര്യങ്ങളെല്ലാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ്. പതിവായി ഈത്തപ്പഴം കഴിക്കുന്നവർക്ക് അവരുടെ കണ്ണിൻ്റെ ആരോഗ്യം എന്നും കാത്തു സൂക്ഷിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. മാത്രമല്ല ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ അവരുടെ വയറിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ ഈത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. മലബന്ധം, അസിഡിറ്റി എന്നിവ തടയാൻ സഹായിക്കുന്ന ഒരു പഴമാണ് ഈത്തപ്പഴം. കരളിൻ്റെ ഫംഗ്ഷൻ കൃത്യമായി നടക്കാൻ സഹായിക്കുന്ന ഒരു പഴമാണ് ഈത്തപ്പഴമെന്ന് ശാസ്ത്രം പറയുന്നു. ഇതിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നവർക്ക് പെട്ടെന്ന് വലിയ എനർജിയും വലിയ ശക്തിയും വലിയ ഉന്മേഷവും ഉണ്ടാകുന്നു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മോട് ഈത്തപ്പഴം കഴിക്കണം എന്ന് പറയാൻ കാരണം ഇതായിരിക്കും. ഇനി നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദം ഉയരാതെ നോക്കാൻ ഈത്തപ്പഴം സഹായിക്കുന്നു. അപ്പോൾ രക്തസമ്മർദ്ദം ഉള്ളവർ നിർബന്ധമായിട്ടും ദിവസവും ഈത്തപ്പഴം കഴിക്കുക. അത് നിങ്ങളുടെ ശരീരത്തിന് വലിയ ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഇത് കഴിക്കുന്നത് കൊണ്ട് രക്തയോട്ടം വർദ്ധിക്കുന്നു. രക്തയോട്ടം വർദ്ധിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ല കാര്യമാണ്. രക്തയോട്ടം വർദ്ധിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീര സൗന്ദര്യം വർദ്ധിക്കാൻ കാരണമാകും. ഇനി വ്യായാമം ചെയ്യുന്നവർ, ജിമ്മിനൊക്കെ പോകുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഈത്തപ്പഴം കഴിച്ചു പോകുക. എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ സമയം നിങ്ങൾക്ക് ജിമ്മെടുക്കാൻ കഴിയും, കൂടുതൽ സമയം വ്യായാമം ചെയ്യാൻ കഴിയും. അതായത് ജിമ്മിന് പോകുന്നവർ ഈ ഈത്തപ്പഴം കഴിച്ചാൽ അവരുടെ മസിലിന് വലിയ ശക്തി ഉണ്ടാകുകയും മസിലിന് ക്ഷീണം ബാധിക്കുന്നത് ഈ ഈത്തപ്പഴം തടയുകയും ചെയ്യുമെന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാൻ ഈത്തപ്പഴം വളരെ വലിയ രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ്. ദിവസവും ഒരു 10 ഈത്തപ്പഴം കഴിക്കുക. അത് നമ്മുടെ എല്ലുകൾക്ക് വലിയ രീതിയിൽ ശക്തി നൽകുമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. ഇനി നമ്മുടെ ശരീരത്തിലെ ഗ്രന്ഥികളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈത്തപ്പഴം. മാത്രമല്ല നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം ഇത് മെച്ചപ്പെടുത്തുകയും നമ്മുടെ ബുദ്ധി വർദ്ധിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിലെ തൈറോയ്ഡ് ഫംഗ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈത്തപ്പഴം വളരെ വലിയ രീതിയിൽ സഹായിക്കുന്നു. സന്ധിവേദനയുള്ളവരൊക്കെ ഈത്തപ്പഴം കഴിച്ചാൽ അവർക്ക് സന്ധിവേദനയ്ക്ക് ശമനം ലഭിക്കുമെന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. ഈത്തപ്പഴത്തിൽ ധാരാളം വിറ്റാമിൻ B6 അടങ്ങിയതിനാൽ നമ്മുടെ ശരീരത്തിലെ തൊലിയുടെ ചുളിവ് ഇല്ലാതെയാകുവാനും തലയിലെ മുടി ധാരാളം വളരുവാനും മുടികൊഴിച്ചിൽ ഇല്ലാതെയാകുവാനും ഇത് സഹായിക്കുന്നു. അപ്പോൾ തലയിലെ മുടി കൊഴിഞ്ഞു പോകുന്നവരൊക്കെ ഈത്തപ്പഴം കഴിക്കുക. എന്നാൽ തലയിലെ മുടി കൊഴിയുന്നതിന് കുറവുണ്ടാകും. ഇതിന് നിങ്ങൾ ഒരു 10 ഈത്തപ്പഴമെങ്കിലും ദിവസവും കഴിക്കുക. അത് നിങ്ങൾ അത്താഴ സമയത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് നല്ല ഫലം കിട്ടും ആ സമയത്ത് കഴിച്ചാൽ. മാത്രമല്ല ഈത്തപ്പഴത്തിൽ വിറ്റാമിൻ K അടങ്ങിയതിനാൽ ശരീരത്തിലെ രക്തക്കുറവ് ഈത്തപ്പഴം പരിഹരിക്കുന്നതാണ്. അപ്പോൾ ശരീരത്തിൽ രക്തം കുറവുള്ള ആളുകളൊക്കെ ദിവസവും ഒരു 10 ഈത്തപ്പഴമെങ്കിലും കഴിക്കുക. എന്നാൽ രക്തം അധികരിക്കും. ഇനി ഗർഭിണികൾ ഈത്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് ധാരാളം ഗുണങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഗർഭിണികൾ ഈത്തപ്പഴം കഴിച്ചാൽ
ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കുവാനും പൈൽസ് രോഗം തടയുന്നതിനും രക്തം കറക്റ്റായിട്ട് ഉണ്ടാകുവാനും BP കൂടാതെ നിലനിർത്താനും അത് സഹായിക്കുന്നു. മാത്രമല്ല പ്രസവം എളുപ്പത്തിൽ നടക്കാൻ സഹായിക്കുന്ന ഒന്നും കൂടിയാണ് ഈത്തപ്പഴം. അതുകൊണ്ട് ഗർഭിണികൾ നിർബന്ധമായിട്ടും ഡോക്ടറുടെ സമ്മതപ്രകാരം ഈത്തപ്പഴം കഴിക്കുക. പ്രമേഹ രോഗികൾക്ക് പോലും അത്യാവശ്യം ഈത്തപ്പഴം കഴിക്കാമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. കാരണം ഇത് മറ്റു വസ്തുക്കളെ പോലെ പെട്ടെന്ന് ശരീരത്തിൽ ഷുഗർ വർദ്ധിപ്പിക്കുന്ന ഒന്നല്ല ഈത്തപ്പഴം. ഇത് വളരെ ചെറിയ രീതിയിൽ മാത്രമേ ഷുഗറിനെ എഫക്റ്റ് ചെയ്യുന്നുള്ളൂ. എന്നാൽ പ്രമേഹ രോഗികളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഈത്തപ്പഴം കഴിച്ചാൽ മതി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ബഹുമാനിച്ച ഈ ഈത്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ധാരാളം ഗുണങ്ങളും നേട്ടങ്ങളും ഫലങ്ങളുമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈത്തപ്പഴത്തിൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഇത്രമാത്രമൊന്നുമല്ല, ധാരാളം ഗുണങ്ങൾ ഉണ്ട്. ശാസ്ത്രം കണ്ടുപിടിച്ചത് വളരെ ചുരുക്കം കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാവരും ജീവിതത്തിൽ ദിവസം ഒരു 5 ഈത്തപ്പഴമെങ്കിലും കഴിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് വലിയ രീതിയിൽ ഗുണം ചെയ്യും. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും നമ്മുടെ ബുദ്ധി വർദ്ധിപ്പിക്കുവാനും നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനും നമ്മെ വലിയ രീതിയിൽ സഹായിക്കുന്ന ഒരു പഴമാണ് ഈത്തപ്പഴം. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു തആല ബഹുമാനിച്ച പഴമാണ് ഈത്തപ്പഴം. വലിയ ശക്തിയുള്ള ആദം നബിയെ സൃഷ്ടിച്ച മണ്ണിൽ നിന്നാണ് ഈത്തപ്പഴം ഉണ്ടാക്കിയത്. അതുകൊണ്ട് എല്ലാവരും ജീവിതത്തിൽ ഈത്തപ്പഴം കഴിക്കുക. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.